ഇപ്പോൾ ശ്രീ മഹേഷ് പണിക്കർ നമ്മോടൊപ്പമുണ്ട്. ശ്രീ മഹേഷ് പണിക്കർ, അങ്ങ് ഈ വിഷയത്തിലുള്ള ചർച്ച തുടങ്ങിയ ഘട്ടം മുതൽ ഇത് തന്ത്രിയിലേക്ക് എത്തും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഒടുവിൽ തന്ത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. തന്ത്രിയുടെ അറസ്റ്റും ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ തന്ത്രിയുടെ പങ്കുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളും വിവിധ നിലപാടുകൾ എടുക്കുന്ന അല്ലെങ്കിൽ തുറന്ന് പ്രതികരിക്കാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യം കൂടി കാണുകയാണല്ലോ. ഈ ഘട്ടത്തിൽ അങ്ങേക്ക് പറയാനുള്ളത് എന്താണ് ശ്രീ മഹേഷ്? ഇല്ല, വിശ്വാസ സമൂഹമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി വരുമ്പോഴത്തേക്ക് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ശബരിമലയിലെ ഈ താന്ത്രിക അവകാശം നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഇതൊരു 1902 മാത്രമാണ് അവിടെ ബ്രാഹ്മണ പൂജകൾ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഈ പറഞ്ഞ തന്ത്രി പൂജാരി അങ്ങനെ പറയുന്ന ഒരു രീതിയിലേക്ക് രണ്ട് തരം കാറ്റഗറിയിലുള്ള പൂജകൾ, ഒന്ന് വൈദിക കർമ്മങ്ങൾ ചെയ്യുന്ന തന്ത്രിയും താന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന മേൽശാന്തി. അപ്പം അങ്ങനെ രണ്ട് കർമ്മങ്ങളായിട്ടുള്ള ആ രീതിയിലുള്ള തന്ത്രസംശയം, കുഴിക്കാട്ട് വച്ച തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ പ്രമാണത്തിലുള്ള ആചാര രീതികളും പൂജാരീതികളുമാണ് അവിടെ നടന്നു വരുന്നത്. അപ്പം അതിനകത്ത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ഈ ശബരിമല ക്ഷേത്രത്തിൽ മാത്രം ഈ തന്ത്രി എല്ലാ ദിവസവും അവിടെ ഉണ്ട്. അതായത് മറ്റ് ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾക്ക്, അതായത് പ്രതിഷ്ഠ, പുനഃപ്രതിഷ്ഠ, ഉത്സവങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക ചടങ്ങുകൾ ആ സമയത്ത് മാത്രമേ തന്ത്രിക്ക് അവിടെ ആവശ്യമുള്ളൂ. കൊടിയേറ്റ് ഉത്സവം മുതലായ ആറാട്ട് മുതലായ കാര്യങ്ങൾ. അപ്പോൾ ശബരിമലയിൽ പക്ഷേ ഒരു പ്രത്യേക ഇത് വെച്ചിട്ട് അവിടെ മാത്രമേ ഉള്ളൂ, ഈ ലോകത്ത് ശബരിമല ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ മൊത്തം തന്ത്രി ഫുൾ ടൈം ഉള്ള ഒരു സംഭവം. അവിടെ മൊത്തം തന്ത്രി വേണം. അപ്പം അത് വളരെ അടുത്ത കാലത്താണ്. അതായത് ശബരിമലയെ കുറിച്ച് നമുക്ക് അറിയുമ്പോൾ ആദ്യ കാലത്തൊക്കെ ഈ 1902 കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ 10-13 ദിവസം മാത്രമേ അവിടെ ശബരിമല നട തുറക്കത്തുള്ളൂ. അപ്പോൾ ഈ മകര വിളക്ക് ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെയാണത് ഈ 41 ദിവസത്തേക്ക് വന്നതും പിന്നെയാണത് ഈ പറഞ്ഞ മാസപൂജകളിലേക്കൊക്കെ വന്നതും ഇത്രയും ഒരു പ്രസിദ്ധിയും ഇത്രയും ഒരു ഇത് വന്നത്. ആദ്യമൊക്കെ അങ്ങോട്ട് തന്ത്രി എല്ലാ ദിവസവും അവിടെ എത്തത്തില്ലായിരുന്നു. ഈ 12 ദിവസത്തെ പൂജകൾക്ക് പോലും കാര്യം കടക്കെന്ന് മണമെന്ന് പറഞ്ഞിട്ട് ചെങ്ങന്നൂരെ ഒരു മേൽശാന്തിയായിരുന്നു അവിടെ 10-40 കൊല്ലമായിട്ടും തുടർച്ചയായിട്ട് മേൽശാന്തി ഇരുന്നതും പിന്നെ ഒരു 17 കൊല്ലം അദ്ദേഹത്തിന്റെ മകനാണ് അവിടെ മേൽശാന്തിയായിട്ടിരുന്നത്. അവരാണ് ആ പൂജാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അവരല്ല. ഇപ്പം ഓരോ വർഷം നമ്മൾ മേൽശാന്തിയെ ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. മേൽശാന്തിയാണ് മെയിനായിട്ട് പൂജ നടത്തുന്നത്. അപ്പം ഇങ്ങനെയാണ് അതിനകത്തെ കാര്യങ്ങൾ. അപ്പം നമ്മൾ ഈ തന്ത്രപരമായിട്ടുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിശ്വാസികൾക്കും ഈ പറഞ്ഞ ആ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് തന്ത്രിയാണ് ദേവൻ മൈനറായതുകൊണ്ട് ദേവന്റെ പിതൃസ്ഥാനി എന്നുള്ള രീതിയിൽ അദ്ദേഹമാണ് ഈ അനുജ്ഞയുടെ ഇതൊക്കെ പറയുന്നത്. ഈ അനുജ്ഞ എന്ന് പറയുന്ന ഒരു കേസിനകത്താണ് ഇപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ വന്ന് കിടക്കുന്നത്. അപ്പം ഈ അനുജ്ഞ യഥാർത്ഥത്തിൽ ഈ ലെറ്ററായിട്ട് എഴുതി കൊടുക്കുന്ന ഒരു സംഭവം തന്നെയല്ല. ഈ ഫുൾ ടൈം ഇല്ലാത്തൊരു ക്ഷേത്രത്തിൽ, അതായത് ഫുൾ ടൈം തന്ത്രി ഇല്ലാത്തൊരു ക്ഷേത്രത്തിൽ ഇപ്പോൾ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം ഉണ്ട്. തന്ത്രി ഒരു ലെറ്റർ എഴുതി കൊടുക്കുന്നു, അതായത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പിന്നെ അവിടെ ഒരു അനുജ്ഞ കലശം എന്ന് പറഞ്ഞ ഒരു പൂജയാണ്. ആ പൂജ നടത്തി അദ്ദേഹം ദേവനോട് അനുവാദം, അതായത് ഇത് ഞങ്ങൾ ഇതിനെ പണി ചെയ്യാൻ പോകുന്നു എന്നിട്ടൊരു പ്രതിജ്ഞയും ചൊല്ലോട് പ്രതിജ്ഞയുണ്ട്. അതായത് പണിക്കാരനും ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോ അല്ലെ ആ ക്ഷേത്രത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരോട് വന്നിട്ട് ദൈവമേ ഞങ്ങൾ ഇന്ന പണി ചെയ്യാൻ പോകുന്നു, ഈ പണി ഇത്ര നാളുകൾക്കുള്ളിൽ ഞങ്ങൾ പൂർത്തീകരിച്ചു തരാം, അതിനൊരു അനുമതി വേണം. അതൊരു പബ്ലിക് ഫംഗ്ഷനാണ്. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഞാനിപ്പോൾ ശബരിമല ഒരുപാട് ക്ഷേത്രം, ഇപ്പം നവഗ്രഹ ക്ഷേത്രമൊക്കെ ചെയ്തതിനകത്തൊക്കെ നമ്മൾ അങ്ങനെയാണ് ഈ പണി ഇത്ര ദിവസത്തിനുള്ളിൽ തീർത്തോളാം എന്ന് പറഞ്ഞ് നമ്മൾ ദേവന്റെ മുമ്പിൽ ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് പണി തുടങ്ങുന്നത്. എന്നിട്ട് ഈ പണി തുടങ്ങാനായിട്ടുള്ള ആദ്യത്തെ ഉളികർമ്മം, അതായത് ആദ്യത്തെ ഈ പാളി ഇളക്കലോ അല്ലെങ്കിൽ ആദ്യത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ചെയ്യുമോ തന്ത്രിയുടെ സാന്നിധ്യത്തിലാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ആ റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെന്റ് ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണും അദ്ദേഹത്തിന്റെ ശരീരവും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ പാളികളാണേലും കട്ടളയാണേലും കഥകാണേലും അവിടെ ഇളക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവിടെ പൂർണ്ണമായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. അപ്പൊ അതിനകത്ത് എനിക്ക് ഒരു ഉദാഹരണം പറയാനുള്ളത്, ഇപ്പൊ ശബരിമല ഈ തിരക്ക് കുറയ്ക്കാനായിട്ട് 2024 എന്റെ നേതൃത്വത്തിലാണ് അവിടെ നമ്മൾ പോലീസിന് ഇരിക്കാനായിട്ട് 18-ാം പടിയുടെ ഇരുവശത്തും 2 ഫിറ്റിംഗ്സ് പോലത്തെ അങ്ങനെ പോലീസുകാരെ നമ്മൾ പടിയിൽ നിന്ന് മാറ്റി മേളിലോട്ട് കയറുന്ന ഒരു പ്രോജക്റ്റ് വന്നു. അപ്പം അദ്ദേഹം അദ്ദേഹം ഞാൻ ഉൾപ്പെടെ ഞാനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തോട് ചെന്ന് അദ്ദേഹത്തെ കണ്ട് ഇതുപോലെ ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ട്, ഈ പ്രപ്പോസൽ ചെയ്യണം, ഓക്കെ മഹേഷ് ചെയ്തോളൂ. അപ്പോൾ അതിനകത്ത് കുറെ അദ്ദേഹത്തിന്റെ നിർദ്ദേശം, അതായത് 18-ാം പടി തൊടാൻ പാടില്ല, 18-ാം പടി സ്പർശിക്കാതെ അത് ഫിറ്റ് ചെയ്യണം, അങ്ങനെ പറഞ്ഞ ആ പ്രോജക്റ്റ് ഞാനൊരു ലാപ്ടോപ്പിൽ അത് കാണിച്ചു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അത് ഈ കഴിഞ്ഞ വർഷം ഉത്സവത്തിന് നമ്മുടെ വൃശ്ചികത്തിന് മുമ്പ് തന്നെ ആ സംഭവം ഇംപ്ലിമെന്റ് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു ആ സാധനം. അത് കാരണമാണ് ഇപ്പോൾ നമുക്ക് 1,00,000 പേരെയൊക്കെ ഒരു ദിവസം കയറ്റാനായിട്ട് പറ്റുന്നത്. ആ ഒരു സംവിധാനം ഉണ്ടാക്കിയുണ്ട്. അത് അദ്ദേഹത്തിന്റെ അനുജ്ഞയോടെ തന്നെയാണ്. പക്ഷെ അതൊരു റിട്ടേൺ അനുജ്ഞയല്ല, ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞൊരു എഴുതി തരുന്ന ഒരു അനുജ്ഞയല്ല. അത് അദ്ദേഹം നേരിട്ട പണികൾ ഇത് ചെയ്യുകയും പിന്നെ ആ ഒരു കാര്യം അങ്ങനെയാണ് അവിടുത്തെ പല കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ എല്ലാത്തിനകത്തും ഈ റിട്ടേൺ അനുജ്ഞ വേണമെന്നുള്ളത് ഒരു ഇതല്ല. അദ്ദേഹം അവിടെ ഉണ്ട്, അദ്ദേഹം ഫുൾ ടൈം കണ്ണും കാതും കൊണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പിന്നെ പ്രത്യേകിച്ചൊരു സാന്നിധ്യവും നോട്ടവും ഉള്ളപ്പോഴത്തേക്ക് പ്രത്യേകിച്ചൊരു അനുജ്ഞ എഴുതുന്ന ഒരു കേസിൽ അത് പിന്നെ റെക്കോർഡിക്കലി, അതായത് ഇതിനൊരു റെക്കോർഡിന്റെ ആവശ്യം വരുമ്പോൾ മാത്രമേ അങ്ങനത്തെ ഒരു കേസ് വരുന്നുള്ളൂ. അപ്പം ഇത് അതിന്റെ ഒരു വിഷയമല്ല ഇവിടെ നടന്നിരിക്കുന്നത്. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് ഈ കലാകാലങ്ങളായിട്ട് കുറേ കൊള്ളകളാണ്. അപ്പൊ അത് അദ്ദേഹത്തിന് ബോധ്യമില്ലാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർത്തും എന്താ പറയാ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നായിട്ട് എനിക്ക് തോന്നത്തുള്ളൂ.
മാത്രമല്ല ഈ പറഞ്ഞ സോണിയാഗാന്ധിയൊക്കെ കാണാനായിട്ടൊക്കെ പോവുകയും അങ്ങനെ വലിയൊരു എന്താ പറയുക അത്രയും ഒരു ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ കീഴ്ശാന്തിയോ അല്ലെ പരികർമ്മിയായ ആൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അദ്ദേഹം അത് അറിയണമല്ലോ. അത്രത്തെ വലിയൊരു വിശേഷമാണല്ലോ അത്. അപ്പം അതറിഞ്ഞിട്ട് പോലും അത് ചോദ്യം ചെയ്യാതിരിക്കുക, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഞാനല്ലേ യഥാർത്ഥത്തിൽ പോകണ്ടേ, അല്ലെ എൻ്റെ അടുത്ത തന്ത്രി കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരല്ലേ പോകണ്ടേ, ഞാൻ എന്തുകൊണ്ട് എന്നെ കൊണ്ടുപോയില്ല എന്നുള്ളൊരു ചോദ്യമൊക്കെ അവിടെ വരേണ്ടതാണ്. അപ്പൊ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറയാന്ന് പറയുന്നതിനകത്ത് ചെറിയ എന്തൊക്കെയോ അസ്വാഭാവികതയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി വേറൊരു രീതിയിൽ വേറൊരു ഡിമെൻഷനിൽ ഈ പറഞ്ഞ ശബരിമല തന്ത്രത്തെ മറ്റ് ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട്. അവരൊക്കെ വിചാരിച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് മഹാതന്ത്രി എന്നാണ്. അപ്പൊ ആ ഒരു വിശ്വാസം പുള്ളിയുടെ പേരാണ്, അല്ലെ പുള്ളിയുടെ സത്വമാണ് ശബരിമല തന്ത്രി എന്ന് പറഞ്ഞ ഈ കണ്ഠര് പ്രഭാകര് മുതൽ തുടങ്ങിയിരിക്കുന്ന കണ്ഠര് ശങ്കരും ഒക്കെ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പിതാമഹന്മാർ ഈ രണ്ട് വിഗ്രഹങ്ങളും ചെയ്തതിന്റെ ഗ്രാൻഡ് ഫാദേഴ്സ് ആണ്. അയ്യപ്പ പണിക്കറും നീലകണ്ഠ പണിക്കറും കല്ലമ്മാടനും ഒക്കെയാണ് ആദ്യത്തെ ശിവല വിഗ്രഹവും ഇപ്പൊ ഇരിക്കുന്ന പഞ്ചലോഹ വിഗ്രഹം ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അദ്ദേഹം ആ ഒരു സത്വബോധം, ആ ഒരു എന്താ പറയാ പാരമ്പര്യത്തിന്റെ ആ ബോധ്യം അദ്ദേഹം ഇടയ്ക്ക് വെള്ളം ചേർത്തിട്ടുണ്ട് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഈ ജയിലിനകത്തേക്ക് പോയില്ല, അത് ഉറപ്പാണ്. കാര്യം അയ്യപ്പന്റെ നക്ഷത്രമായിട്ടുള്ള ഉത്തരനാളിൽ തന്നെ ഇന്നലെ ഒരു ദിവസം അദ്ദേഹം കാരാഗ്രഹത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തേലും അദ്ദേഹത്തിന്റെ പക്കലിൽ നിന്ന് ഒരു പാളിച്ച ഉണ്ടായിരിക്കാം. ഓരോ അറസ്റ്റ് ഉണ്ടാകുമ്പോഴും അതൊരു പ്രത്യേക ദിവസമായിരിക്കും. അത് അയ്യപ്പന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ദിവസമായിരിക്കും. മഹേഷ് പണിക്കരാണ് ഇത് ആദ്യമായി ഇതൊരു പക്ഷേ ഇതിവിടെ നിൽക്കില്ല. ആ ദൈവതുല്യനായ മറ്റൊരാളുണ്ട് നമ്മുടെ ചർച്ചയിലാണ് മഹേഷ് പണിക്കർ എന്ന് പറയുന്നതും. Debate with Dr. Arun Kumar.